എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിയുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരും കുട്ടികളും ലഹരിയുടേതായിട്ടുള്ള കരാടഹസ്തങ്ങളിൽ പെട്ട് അതിനടിമകളായി മാറുന്ന ഒരു സാഹചര്യം വന്നു നിൽക്കുകയാണ്. നമുക്ക് ആവശ്യം ലഹരിയെ പ്രതിരോധിക്കുവാനും ഏറ്റവും നല്ല അച്ചടക്കമുള്ള മാനസികാരോഗ്യമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുകയാണ് വേണ്ടത്. കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള സെൽഫ് ഡിസിപ്ലിൻ ആവശ്യമുണ്ട്. സെൽഫ് ഡിസിപ്ലിനോടൊപ്പം അവർ സെൽഫ് കൺട്രോളും സെൽഫ് ലവും അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീം ഉയർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾ ഈ പറയുന്ന ലഹരിയിൽ നിന്ന് മാറി നിൽക്കുക തന്നെ ചെയ്യും. നമ്മുടെ കുടുംബങ്ങൾ ഏറ്റവും നല്ല അന്തരീക്ഷമുള്ളതായി മാറണം. കുടുംബങ്ങളിൽ കുട്ടികളുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ അവർക്ക് ഏറ്റവും നല്ലൊരു ഇന്റിമസി കൊടുത്തുകൊണ്ട് അവരെ കൂട്ടുകാരാക്കി ചേർത്ത് നിർത്തുവാൻ ഓരോ മാതാപിതാക്കൾക്കും സാധ്യമാകേണ്ടതുണ്ട്. കുട്ടികളുടേതായിട്ടുള്ള വളർച്ചയിൽ അവരുടെ കോഗ്നിറ്റീവ് ബ്രെയിൻ നമ്മൾ കൂടുതൽ വളർച്ച ഉണ്ടാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ലഹരിയെ പ്രതിരോധിക്കണമെങ്കിൽ കോഗ്നിറ്റീവ് ബ്രെയിനെ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്ത് കുട്ടികളുടെ ശ്രദ്ധ മറ്റുള്ള മേഖലകളിലേക്ക്, പഠനത്തിലേക്ക്, അതുപോലെ തന്നെ സർഗാത്മക കഴിവുകളിലേക്ക്, അതുപോലെ തന്നെ മറ്റുള്ള അതർ ആക്ടിവിറ്റീസ്, നല്ല നല്ല ക്ലബ്ബുകൾ, ഹെൽത്ത് ക്ലബ്ബുകൾ, NCC, NSS മുതലായ ക്ലബ്ബുകളിലൊക്കെ കുട്ടികൾ ആഭിമുഖ്യത്തോടുകൂടി പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ ഒരു കലയെ അവർ ജീവിതത്തിൽ അവർ വളർത്തുമ്പോൾ, കലാപ്രകടനങ്ങളിലൂടെ അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കോഗ്നിറ്റീവ് ബ്രെയിനെ കൂടുതൽ വളർത്തിയെടുക്കാൻ സാധിക്കും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ലഹരിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സേ നോട്ട് ടു ഡ്രഗ് പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. കുടുംബങ്ങളിൽ നിന്ന് ലഹരിയെ മാറ്റി നിർത്താൻ സാധിക്കണം. നമുക്ക് ഏറ്റവും നല്ലൊരു തലമുറയെ ഉണ്ടാക്കിയെടുക്കുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കുട്ടികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുമായി നല്ല ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഇഫക്റ്റീവ് പാരന്റിങ്ങിലൂടെ ഈ ലഹരിയെ പ്രതിരോധിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. സേ നോ ടു ഡ്രഗ്സ് പറഞ്ഞ് ഒറ്റക്കെട്ടായി നമുക്ക് ഈ ലഹരിയെ പ്രതിരോധിക്കാം. നന്ദി, നമസ്കാരം.